ഹലോ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും കൂടി എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു 3 ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, എൻ്റെ വീടിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, എൻ്റെ വീട്ടിൽ വലിയ ആളും ചെറിയ പൊട്ടിക്കുഞ്ഞ് വരെ എത്തിയിട്ട് ഒരു 19-20 ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ ഞാൻ എപ്പോഴും ഒറ്റക്കാവാൻ ചാൻസ് ഇല്ല. അതായത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഒറ്റക്കായത് കഴിഞ്ഞൊരു 4 കൊല്ലം മുമ്പായിരുന്നു. അതുവരെ ഞാൻ ഒരിക്കലും എൻ്റെ വീട്ടിൽ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ എൻ്റെ ഇന്നലെ ഇട്ട വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു, അതായത് ഞാനിപ്പോൾ വീട്ടിൽ ഒറ്റക്കായിരുന്നു. എനിക്ക് ആരെ വേണമെങ്കിലും വീട്ടിൽ കയറ്റാം, എനിക്ക് വീട്ടിൽ എന്ത് കളി വേണമെങ്കിലും വീട്ടിൽ കളിക്കാം എന്നുള്ളത്. എൻ്റെ വീട് എന്ന് പറയുന്നത് ഒരു കാട് പോലുള്ള സ്ഥലത്ത് ഒരു സാധാരണ 18 പേർക്ക് ജീവിക്കാനുള്ള, ഒരു 19-20 പേർക്ക് ജീവിക്കാനുള്ള ഒരു വീടായിരുന്നു. കുഞ്ഞു തറവാടാണ്, കുഞ്ഞല്ല കുറച്ച് വലിയ തറവാട്. അപ്പോൾ അതുപോലുള്ള വീടായിരുന്നു. അതുകൊണ്ട് ഞാൻ എങ്ങനെ ഒറ്റക്കാവാൻ ചാൻസ് ഇല്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഒറ്റക്കായത് കഴിഞ്ഞൊരു 4-5 കൊല്ലം മുമ്പ്. അന്നായിരുന്നു ഞാൻ വീട്ടിൽ ഒറ്റക്കായിരുന്നത്, അതും 2 ദിവസം മാത്രം. അങ്ങനെ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു, ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണ്, എനിക്ക് വീട്ടിൽ എന്ത് കളി വേണമെങ്കിലും ചെയ്യാമെന്ന്. ആ വീഡിയോ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോക്കൊക്കെ ഒരു 30 ഞാൻ ആ വീഡിയോക്കൊക്കെ ഒരു 77 പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു വ്യൂസ്, 77K. പക്ഷെ എനിക്ക് 30K മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്നെ ഞെട്ടിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, സാധാരണ എൻ്റെ വീഡിയോക്ക് 1,00,000 വ്യൂസ് കയറിയെങ്കിൽ തന്നെ 1,00,000 വ്യൂസ് കയറിയെങ്കിൽ തന്നെ എനിക്ക് വരുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഒരു 600 മെസ്സേജ് വാട്സപ്പിൽ, പിന്നെ ഒരു വാട്സപ്പ് മിസ് കോൾ ഒരു 100, സാധാ മിസ് കോൾ ഒരു 700. അങ്ങനെയായിരുന്നു എനിക്ക് പൊതുവേ വരുന്ന മെസ്സേജ്. 1 lakh ഒക്കെ കയറിയെങ്കിൽ, 1000 ആണെങ്കിൽ ഒരു 3 പേരൊക്കെ മെസ്സേജ് അയക്കും. അങ്ങനെ 29,000 പേര് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിങ്ങൾ ആലോചിക്കണം. പക്ഷെ അതിലെനിക്ക് വാട്സപ്പിൽ വന്ന മെസ്സേജ് എന്നെ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ചു. ഞാൻ ഇപ്പം രാവിലെ ആയിരുന്നു വാട്സപ്പ് എടുക്കുന്നത്. എനിക്ക് വാട്സപ്പിൽ 5000-ൽ കൂടുതലായിരുന്നു എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇവിടെ സമയം എന്ന് പറയുന്നത് 10:09. ഞാൻ 6 മണിക്ക് എടുത്ത മെസ്സേജാണ്. ഞാൻ ഞെട്ടിപ്പോയി. 5000 കറക്റ്റ് ഇല്ല, 5000-ൽ ഒരു 15 മെസ്സേജ് ആമറ്റും കുറവ്. കോൾ എത്രയാണെന്ന് ഞാൻ നോക്കിയിട്ടില്ല. ഫോൺ എനിക്ക് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അമ്മാതിരി ഹാങ് ആയിരുന്നു. ഇതിലാണ് ഇപ്പൊ സിം ഊരിയിട്ട് മറ്റേത് ഞാൻ ഹോട്ട്സ്പോട്ട് എടുത്തിട്ടാണ് ഇതിൽ ഞാൻ വീഡിയോ ഇടുന്നത്. ഫോൺ നടക്കുന്നത് ഹാങ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് തൊടാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അമ്മാതിരിയാണ് നിങ്ങൾ ആക്കി വെച്ചത്. ഞാൻ ഒരിക്കലും ഇത്ര പ്രതീക്ഷിച്ചില്ല. അതായത് വീട്ടിൽ ആരുമില്ല എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും ചാടിക്കയറി എന്നെ വിളിക്കും എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിഞ്ഞില്ല. ഞാൻ ഈ നെറ്റ് ഓൺ ആക്കുമ്പോൾ തന്നെ ഫോൺ അമ്മാതിരി ബ്ലോക്കായിരുന്നു. ഞാൻ വിചാരിച്ചു, എന്താ ഇങ്ങനെ ഫോൺ, എനിക്ക് ഓർമ്മയില്ല ഞാൻ ലാസ്റ്റ് എന്താണ് വീഡിയോ ഇട്ടത്, ലാസ്റ്റ് ചെയ്ത വീഡിയോയിൽ എന്താണ് പറയുന്നുള്ളത്. മെസ്സേജ് കണ്ട് ഞാൻ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് കത്തി. എന്താണെന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. അതിലൊരു കുട്ടി മാത്രമേ എനിക്ക് നേരെ മെസ്സേജ് ഇടണം. അതായത് ചേച്ചി, എനിക്ക് എക്സാം ആണ്, പക്ഷെ എക്സാം ആണെങ്കിൽ പോലും എനിക്ക് ചേച്ചിയുടെ വീഡിയോ കാണാണ്ട് ഉറക്ക് വരില്ല. അതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. പിന്നെ കുറേ കഴിവരികൾ വേറെ എന്തൊക്കെയോ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മാത്രമാണെങ്കിൽ മെസ്സേജ് ഞാൻ നോക്കും. പിന്നെ എന്നിങ്ങനെ പൊക്കി പറയുന്ന കുറച്ച് പേരുണ്ടാവില്ലേ, എൻ്റെ വീഡിയോസ് കാണാണ്ട് എനിക്ക് ഉറക്ക് വരില്ല. ചേച്ചിയുടെ വീഡിയോ പരീക്ഷയായിട്ട് പോലും ഞാൻ ചേച്ചിയുടെ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്, അത്രയ്ക്ക് ഇഷ്ടമാണ് ചേച്ചീനെ. അതൊക്കെ എനിക്ക് കുറച്ച് ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അതിനൊക്കെ ഞാൻ ചിരിച്ചുകൊണ്ട് റിപ്ലൈയും ഒക്കെ കൊടുത്തു. നീ ആദ്യം പഠിക്ക്, വീഡിയോസ് എപ്പോഴും കാണാനല്ലേ എന്നൊക്കെ ഞാൻ റിപ്ലൈയും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എന്നെ ഇന്ന് ഞെട്ടിച്ച കാര്യം. ഞെട്ടിന്ന് വെച്ചാൽ ഞെട്ടിത്തരിച്ചു പോയി ഞാൻ. അമ്മാതിരിയായിരുന്നു നിങ്ങൾ മെസ്സേജ് എന്ന് പറയുന്നത്. എൻ്റെ ഫോണിന് പോലും വിശ്വസിക്കാൻ പറ്റില്ല. എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇത്ര മെസ്സേജ് അയക്കാൻ മാത്രം എന്താണ്? അപ്പോൾ അതാണ് എനിക്ക് ഇന്ന് നല്ല സന്തോഷം ഉണ്ടായി. നിങ്ങളാണ് എന്നെ സന്തോഷിപ്പിക്കാനുള്ള കാരണം. അതുകൊണ്ട് എന്നെ സന്തോഷിപ്പിച്ച നിങ്ങൾക്ക് വേണ്ടി ഞാൻ മെമ്പർഷിപ്പിൽ അടിപൊളി വീഡിയോ ഞാൻ ഇന്നിടുന്നതായിരിക്കും. തീർച്ചയായിട്ടും കാണാൻ ആഗ്രഹമുള്ളവർ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങളെ ഞാൻ ഉസാർക്കി മുന്തിരിയാക്കിയിട്ടേ വിടത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് വൈകിട്ട് ഒരു 6:30 എൻ്റെ പൊതുവെ ഇടുന്ന വീഡിയോസിൻ്റെ ടൈം എന്ന് പറയുന്നത്. ഒരു 6:30 ഞാൻ മെമ്പർഷിപ്പിൽ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. നിങ്ങൾ തീർച്ചയായിട്ടും മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്ത് ആ വീഡിയോ കാണുക. നിങ്ങളെ ഞാൻ ഉസാർക്കി മുന്തിരിയാക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്നത്തെ കഥ എന്ന് പറയുന്നത് ബാക്കിയുള്ളവരുടെയും ഇമാജിനേഷനും ഒന്നുമല്ല.
4 ദിവസം ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പോൾ ആദ്യത്തെ ദിവസത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ല, രാവിലെ എഴുന്നേറ്റു നെയ്പ്പത്തിലും നല്ല ചില്ലിയും ഒക്കെ കറിയൊക്കെ ആക്കി അതൊക്കെ തിന്ന് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്തു. പിന്നീട് ടി വി നോക്കി. എനിക്ക് ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഉമ്മയോട് കുറച്ച് കഥകളൊക്കെ പറഞ്ഞു, ഫോണൊക്കെ കട്ട് ചെയ്തു. പിന്നെ ഞാൻ പീടികയിൽ പോയി ഐസ്ക്രീമൊക്കെ കഴിച്ചു. അന്നത്തെ ദിവസം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. റീലും ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും യൂട്യൂബും ഒക്കെ തന്നെ. പിറ്റേ ദിവസം എനിക്ക് രാവിലെ ഞാൻ നല്ല രീതിയിൽ ഫുഡൊക്കെ ആക്കി. എനിക്ക് മടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് എനിക്ക് ഉച്ചക്ക് ഒരു മടി തുടങ്ങി. അതായത് എന്തിനാണ് എൻ്റെ വീട്ടിൽ എന്ന് വെച്ചാൽ ഫുഡ് ഓർഡർ ആക്കാനൊന്നും പറ്റത്തില്ല. നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, ഒരു 20 പേരുണ്ടെങ്കിൽ എത്രത്തോളം ഫുഡ് ഓർഡർ ചെയ്യണം. അതായത് മോമോസ് എന്നുള്ള കാര്യം എനിക്ക് തിന്നാനേ പറ്റത്തില്ല. എനിക്ക് മോമോസ്, ലോഡർ ഫ്രൈസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാകും. എനിക്ക് അതൊന്നും തിന്നാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വീട്ടിലുള്ള ആൾക്കാർ എന്തായാലും ഒരു 40 ബോക്സെങ്കിലും വാങ്ങേണ്ടി വരും ഒരാൾക്ക് തേടെങ്കിൽ തന്നെ. പൊറോട്ടയും ചില്ലൊക്കെ ആണെങ്കിൽ ഒരു 20 പേർക്ക് ഒരു 2 പൊറോട്ട, 40 പൊറോട്ടയും ഒരു 6 പാക്കറ്റ് ഹാഫ് തന്നെ ചില്ലി വാങ്ങേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും ദഹിക്കും. അതായത് തേയും എന്നാണ് നമ്മളെ രീതിയിൽ പറയല്. അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയ എനിക്കൊരു നല്ല ചാൻസ് ആയിട്ട് തോന്നി. അതായത് എനിക്ക് വേണ്ട പോലെ, പെരുന്നാളാണല്ലോ, എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടായിരുന്നു. എനിക്ക് വേണ്ട പോലെ ഫുഡ് ഓർഡർ ആക്കി എനിക്ക് വേണ്ട പോലെ ജീവിക്കാം. എനിക്ക് വീട്ടിൽ ഒറ്റക്കാവുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ എൻ്റെ കുട്ടികൾക്കും എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ടായിരുന്നു, വീട്ടിൽ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. അതായത് അത് ആസ്വദിക്കണം. പക്ഷെ നിന്റെ വീട്ടിൽ നിന്ന് പറയുന്നത് നല്ല രസമുണ്ട്. എന്താണെന്ന് വെച്ചാൽ കുറേ ആൾക്കാരും ഭംഗിയും. അവർ നല്ല പറയുന്നത് ഒരു 6 മണി സന്ധ്യാസമയത്ത് അവർക്കൊക്കെ ഒരു വിഷമമുണ്ടാവും. അതായത് എപ്പോഴും ഒറ്റക്കായ പോലെ. പക്ഷെ എനിക്ക് ഇന്നേ ഒരു ഒറ്റക്കായ ഒരു ഫീൽ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം എനിക്കത് മനസ്സിലായി. വീട്ടിൽ ആരില്ലാത്തപ്പോൾ സന്തോഷത്തിന് പുറമെ സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ അങ്ങനെയും പറയും, വീട്ടിൽ ഒറ്റക്കാകുമ്പോൾ അവർക്കൊക്കെ വേറെ ഒരു മോട്ടിവേഷൻ, എന്തെല്ലോ കാര്യങ്ങൾ ചെയ്യാൻ തോന്നും. അവരുടെ ജീവിതത്തിനെ കുറിച്ച് തന്നെ അവർ ചിന്തിക്കുന്നത് വീട്ടിൽ ആരില്ലാത്ത ടൈം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് അവർക്ക് അങ്ങനെയൊക്കെ ചിന്തയൊക്കെ വരുന്നത് എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു പൂതി. അതായത് വീട്ടിൽ ഒറ്റക്കൊക്കെ ഇരിക്കണം, എന്താണ് അതിൻ്റെയൊക്കെ ഒരു ഫീലിങ്സ് എന്നൊക്കെ അറിയണമെന്നുണ്ട് എനിക്കൊരു പൂതി ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഞാൻ നല്ല രീതിയിൽ അറിഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ ഉമ്മക്ക് വിളിച്ചു. അതായത് ഉമ്മ എന്താ വെച്ചെങ്കിൽ, ഞാൻ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലും എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അതായത് ഉമ്മയോട് പറയാതെ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിലും അധികം പേരും ഉമ്മാനോട് ചോദിക്കുന്നത് പറയുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ ഞാനല്ല, ഞാൻ ഉമ്മയോട് ആദ്യം തന്നെ ചോദിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തോട്ടെ. അപ്പോൾ ഇപ്പോഴുള്ള ചോദ്യം എന്ന് പറയുന്നത്, ഈ വീഡിയോ അറിയുന്നത് തൻ്റെ ഉമ്മക്ക് അറിയോ എന്നുള്ളതായിരിക്കും. അപ്പോൾ വീഡിയോ ആക്കുന്നതൊക്കെ അറിയാം, പക്ഷെ എങ്ങനെയുള്ളത് എന്നുള്ളത് അറിയത്തില്ല. അപ്പോൾ ഞാൻ എന്താ പറയുന്നത്, എന്താണ് അപ്പോൾ ഞാൻ ഉമ്മക്ക് വിളിച്ച് ചോദിച്ചു, എനിക്കിങ്ങനെ വിശക്കുന്നുണ്ട്, ഫുഡ് ആക്കുന്നില്ല. ഉമ്മ പറഞ്ഞു ഫുഡൊക്കെ എത്രയോ ആക്കാനുള്ള സമയമുണ്ട്, എനിക്ക് വേണ്ടപ്പോൾ തിന്നാ വേണ്ടപ്പോൾ കഴിക്കാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഉമ്മയോട് പറഞ്ഞു, അങ്ങനെയല്ല, എനിക്ക് ഫുഡ് ഓർഡർ ആക്കണം. ഇതുവരെ വീട്ടിൽ കുറേ ആൾക്കാരായതുകൊണ്ട് തന്നെ എനിക്ക് ഫുഡൊന്നും എനിക്ക് വീട്ടിൽ എല്ലാവരും ഉണ്ടായത് കൊണ്ട് തന്നെ എനിക്ക് ഫുഡൊന്നും ഓർഡർ ആക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് എന്തായാലും ഫുഡ് ഓർഡർ ആക്കിയേ പറ്റൂ എന്ന് പറയുമ്പോൾ എന്നോട് ഉമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതിന് നിന്നോട് ഞാൻ ഫുഡ് ഓർഡർ ആക്കണ്ട എന്ന് പറഞ്ഞില്ലല്ലോ, നീ നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്, നീ എന്തിനാണ് ഇതൊക്കെ എന്നോട് ചോദിക്കുന്നത്? ഫുഡ് ഓർഡർ ആക്കുന്ന കാര്യമില്ലേ, നീ നമ്മൾ വരുന്നത് വരെ ഫുഡ് വീട്ടിലൊന്നും ആക്കിയില്ലെങ്കിലും സാരില്ല, നീ ആ ഫുഡ് എനിക്ക് വേണ്ട പോലെ വാങ്ങി കഴിച്ചു എന്ന് പറഞ്ഞു. കാരണം ഉമ്മക്ക് തന്നെ അറിയാം, എൻ്റെ ഉമ്മക്കും പൂതിയൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് 2 പേർക്കും മാത്രം ഒരിക്കലും ഹോട്ടലിൽ പോയി കഴിക്കാനും പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ നടക്കുന്നതെല്ലാം 10, 9, 8 അങ്ങനെ വയസ്സുള്ള കുട്ടികളാണ്. അതുകൊണ്ട് അവരവിടെ വിട്ടിട്ട് നമുക്ക് പോകാനും പറ്റത്തില്ല. അതുകൊണ്ട് പുറത്തുനിന്ന് കഴിക്കുന്നതും ശരിയാവത്തില്ല, വീട്ടിലോട്ട് കൊണ്ടുവരുന്നതും ശരിയാവത്തില്ല. അങ്ങനെയായിരുന്നു. അപ്പോൾ വേറെ വീട് വെക്കാത്ത എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൽ നിന്ന് തന്നെ എൻ്റെ ഉമ്മക്ക് പറയുന്നത് കുറേ ആൾക്കാരുണ്ടായത് കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഉമ്മക്കും ഒറ്റയ്ക്ക് ജീവിച്ചിട്ടൊന്നും അറിയത്തില്ലായിരുന്നു. അതായത് എപ്പോഴും ആൾക്കാർ വേണം എന്നുള്ള ചിന്ത. എൻ്റെ ഡാഡി, എൻ്റെ പപ്പ എന്ന് പറയുന്നത് എപ്പോഴും നാട്ടിലുണ്ടാവാൻ ചാൻസ് ഇല്ല. ഒരു 6 കൊല്ലത്തിൽ അങ്ങനെയായിരുന്നു നാട്ടിലൊക്കെ വരുന്നത്. അതുകൊണ്ട് അതും പോസിബിൾ അല്ല. ഞാനും എൻ്റെ അനിയനും മാത്രമായിരുന്നു. അപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞു വരുന്നത്, ഞാനങ്ങനെ ഫുഡ് ഓർഡർ ആക്കാൻ വേണ്ടി വിചാരിച്ചു. അങ്ങനെ ഞാൻ ഫുഡ് ഓർഡർ ആക്കാൻ വേണ്ടി, എനിക്ക് വിശക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഫുഡ് ഓർഡർ ചെയ്തു. അതായത് നല്ല മോമോസും ലോഡർ ഫ്രൈസും ഒരു ജ്യൂസും തന്നെ ഫസ്റ്റ് ഓർഡർ ചെയ്തു.
അത് കഴിച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ പിന്നീട് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ അതിൽ അന്ന് വെള്ളിയാഴ്ചത് കൊണ്ട് എല്ലാവർക്കും പള്ളിയിൽ പോകേണ്ടത് കൊണ്ട് 1 മണിക്കൂറും 45 മിനിറ്റും അതിൽ കാണിക്കുന്നു. എനിക്കാണെങ്കിൽ പണ്ടാരം വിശക്കുന്നുണ്ടല്ലോ. ഞാൻ വേഗം തന്നെ ഓർഡർ ചെയ്തു. ടി വി ഒക്കെ ഓഫ് ചെയ്തു. ഞാൻ താഴോട്ടേക്ക് വന്നു. മീത്തയായിരുന്നു ഉണ്ടായിരുന്നത്. താഴോട്ട് വന്ന് കിച്ചണിൽ നോക്കുമ്പോൾ കിച്ചണിലാണെങ്കിൽ എന്തായാലും എന്തെങ്കിലും ആക്കണമെങ്കിൽ നല്ല. ഞാൻ ആദ്യം വിചാരിച്ചു പാല് കുടിക്കാമെന്ന്. അതായത് പാലിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കുടിക്കുന്ന ഒരു ശീലം എനിക്കുണ്ട്. അത് കുടിച്ചാൽ കുറച്ച് അത്യാവശ്യം ഒരു അരമണിക്കൂറേക്ക് വയറ് നിറയാൻ ചാൻസ് ഉണ്ട്. പിന്നീട് എനിക്ക് പാടായി, ഗ്യാസൊക്കെ ഇതാക്കണം, അങ്ങനെ കുറച്ച് ഇതായി. അപ്പം ഞാൻ വിചാരിച്ചു സ്മൂത്തി ആക്കാമെന്ന്. അങ്ങനെ ഫ്രിഡ്ജിലുണ്ടായിരുന്ന കായും ബദാമും കാഷ്യും ഒക്കെ തന്നെ വെച്ച് ഉള്ളതുപോലെ, ഈത്തപ്പഴം ഉണ്ടായിരുന്നില്ല, ബാക്കിയൊക്കെ വെച്ച് ഞാൻ ഒരു സ്മൂത്തി ആക്കി. അങ്ങനെ അത് കുടിച്ച് നല്ല വയറ് നിറഞ്ഞു. അപ്പം തന്നെ അരമണിക്കൂർ പോയി. ഇതൊക്കെ എടുത്തും പുതിർത്തും 10 മിനിറ്റ് ഞാൻ പുതിർത്ത് വെച്ചിട്ടാണ് സ്മൂത്തി ഒക്കെ ആക്കി കുടിച്ചത്. അങ്ങനെ ആ ടൈം അങ്ങനെ പോയി. പിന്നീട് ഞാൻ വിചാരിച്ചു വീട്ടിൽ ഒറ്റയ്ക്കാണ്, പിള്ളേരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഒറ്റയ്ക്ക് ഉണ്ടാകുന്ന ടൈം നമുക്ക് വേണ്ടതുപോലെ എന്തും ചെയ്യാം. അപ്പോൾ ഞാൻ പണ്ട് ഒറ്റയ്ക്ക് ഉണ്ടാകുന്ന ടൈം അവൻ്റെ കൂടെ പോയതും കാറിൽ നിന്നൊന്ന് നടന്നതും ഒക്കെ തന്നെ എനിക്ക് ചിന്ത വന്നു. അപ്പോൾ എനിക്ക് എവിടേക്കോ ഒരു ബോധി, അതായത് ഒറ്റയ്ക്കാണ്, ഒരാളുടെ സഹായം ഇല്ലാണ്ട് നമുക്ക് എന്തും ചെയ്യാം എന്നുള്ള കാര്യം എനിക്ക് ഓർമ്മ വന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇനിയെങ്ങാനും ചെയ്യുന്ന ഇടയിൽ ഡയറക്റ്റ് കാര്യമില്ല. കുറേ ചിന്തിച്ച സ്ഥിതിക്ക് ഞാൻ വിചാരിച്ചു ഏതായാലും വീഡിയോ കാണാം. അങ്ങനെ ആദ്യം ഞാൻ ഇൻസ്റ്റാഗ്രാമിലായിരുന്നു വീഡിയോ കാണുന്നുണ്ടായിരുന്നത്. അതായത് ഹാഷ്ടാഗിൽ ഫസ്റ്റ് തന്നെ എനിക്ക് പേടിയാണ് ഈ വീഡിയോ ഇടാൻ പറ്റില്ലെങ്കിൽ എൻ്റെ ബോധം പോകും. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ അന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതുവഴി വന്നിട്ടാകുമ്പോൾ ഞാൻ നേരെ എൻ്റെ ആപ്പിലോട്ട് കയറി. എനിക്ക് പറയുന്നത് ഒരു നല്ലതായിരിക്കണം, ചളിഞ്ഞതൊന്നും ഞാൻ നോക്കത്തില്ല. അങ്ങനെ അതൊക്കെ കണ്ടു. പിന്നീട് ഞാൻ അങ്ങോട്ട് പറയാൻ പറ്റുമോ വീട്. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റേതായ ലോകത്തിലോട്ടേക്ക് ഞാൻ പാഞ്ഞു കിടക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു എനിക്ക് മനസ്സിലായത് ഡോറ് ലോക്ക് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നീട് ഞാൻ സമയം നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഡോറ് ലോക്ക് ചെയ്തില്ലെങ്കിൽ എന്താ, ക്യാമറ ഉണ്ട്, പേടിക്കാനൊന്നുമില്ല. അങ്ങനെ ഞാൻ എൻ്റെ കാര്യത്തിലോട്ട് കിടക്കുമ്പോഴായിരുന്നു ഞാൻ എൻ്റെ കാര്യത്തിലോട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പെട്ടെന്നായിരുന്നു ഒരു ശബ്ദം കേട്ടത്. ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തില്ല. പെട്ടെന്ന് വന്ന ഡെലിവറി ബോയ് എൻ്റെ റൂമിലോട്ട് കയറുകയാണ്. എൻ്റെ റൂമിൽ എക്സ്ട്രാ ഒരു സോഫയുണ്ട്. ഞാൻ അതിൽ കിടന്ന് പെട്ടെന്ന് അവൻ വരുമ്പോൾ അവൻ്റെ കൺമുന്നിലായിരുന്നു അവനാണെങ്കിൽ ഞെട്ടിത്തെറിച്ച് എന്നെ തന്നെ 1 മണിക്കൂർ നോക്കി നിന്നു. എന്നിട്ട് അവൻ പറഞ്ഞു, അത് പിന്നെ ഞാൻ സോറി എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു മുട്ടിയപ്പോൾ ഡോറ് തട്ടിയപ്പോൾ ആരും വന്നില്ല, ബെല്ലടിച്ചിട്ടും വന്നില്ല. അങ്ങനെ ഞാൻ കയറി നോക്കിയതാണ്. പിന്നെ ഫാനിൻ്റെ ശബ്ദം കേട്ടപ്പോഴാണ് നീ ഈ റൂമിലുണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചത്. അപ്പം തന്നെ എൻ്റെ കിളി പോയി. അത് കണ്ട് അവൻ്റെ കിളിയും പോയി, മൊത്തത്തിൽ എൻ്റെ കിളിയും പോയി. 2 പേർക്കും കൺട്രോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇനി 2ാമത്തെ ദിവസത്തെ കഥ എന്ന് പറയുന്നത് ഡെലിവറി ബോയിലായിരുന്നു. അപ്പോൾ ഞാൻ നാളെ വരുന്നത് എൻ്റെ 3ാമത്തെ കഥയെക്കുറിച്ചായിരുന്നു. അപ്പോൾ ഡെലിവറി ബോയ്ക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മാത്രമല്ല എനിക്ക് അതിലും കിടുക്കാച്ച എക്സ്പീരിയൻസ് ആയിരുന്നു. അവൻ പോയതിന് ശേഷം എൻ്റെ തലയിൽ നിന്നെല്ലാം ഊരിയതിന് ശേഷമായിരുന്നു എനിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നത് വീട്ടിൽ ക്യാമറ ഉണ്ട്. ക്യാമറയിൽ റൂമിലോട്ട് കയറുന്നത് മാത്രമേ കാണൂ, റൂമിൽ ക്യാമറ ഇല്ല. അപ്പോൾ ക്യാമറയിൽ നോക്കിയാൽ വിചാരിക്കും പിന്നീട് ഇവർ ഈ 45 മണിക്കൂർ ആ റൂമിനുള്ളിൽ എന്താണ് ചെയ്തത്. അങ്ങനെ ഞാൻ അതൊക്കെ എങ്ങനെയല്ലോ എനിക്ക് വിഷമം വരുമ്പോഴാണ് എൻ്റെ അടുത്ത് വെള്ളം അടിക്കാൻ വന്ന അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എന്തിനാണെന്ന് എനിക്കറിയില്ല, എൻ്റെ ഭാഗ്യത്താൽ അദ്ദേഹം അവിടെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പേടിച്ചത് വീട്ടിൽ ഇവൻ കയറിയത് ഭാഗ്യം, വേറെ എത്രയും കയറിയില്ലെങ്കിൽ തീർന്നു. അപ്പം എൻ്റെ 3ാമത്തെ ദിവസത്തെ ഇതിലും അടിപൊളി കഥയാണ്. അപ്പം എനിക്കിത് പച്ചയ്ക്ക് വിശദീകരിച്ച് പറയാൻ പറ്റത്തില്ല. പച്ചയ്ക്ക് വിശദീകരിച്ച് നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് നിങ്ങൾ 500 രൂപ പേ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ഇതുപോലുള്ള കഥകളും ഇടയ്ക്കിടയ്ക്ക് വീഡിയോസും ഫോട്ടോസും വേർഡ് സെറ്റിങ്ങും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ കഥകൾ നിങ്ങൾക്ക് പച്ചയ്ക്ക് കേൾക്കാൻ ആഗ്രഹമുള്ളവർ ഇന്ന് തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഇന്ന് രാത്രിയുടെ പച്ചക്കുള്ള വേർഷൻ ഞാൻ വാട്സപ്പിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾ എന്നെ സന്തോഷിപ്പിച്ചതിന് നിങ്ങൾക്ക് മെമ്പർഷിപ്പിൽ ഞാൻ ഒരു അടിപൊളി വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം ഇതിൻ്റെ 3ാമത്തെ ദിവസമായിട്ട് വരുന്നത് ഞാൻ അടുത്ത ദിവസം എൻ്റെ 3ാമത്തെ ദിവസമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.